2005 പെരുന്നാൾ സമയത്താണ് രാജമാണിക്യം റിലീസാവുന്നത്. അന്ന് ആ സിനിമയുടെ ഫസ്റ്റ് ഷോ മണിച്ചേട്ടൻ കണ്ടു. സിനിമ കണ്ടിറങ്ങിയ ഉടനെ മണിച്ചേട്ടൻ അൻവർ റഷീദിനെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കൊരു സൂപ്പർ ഹിറ്റ് നഷ്ടപ്പെട്ടു എന്നാണ്. കാരണം ആ സിനിമ കണ്ടപ്പോഴാണ് മണിച്ചേട്ടൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്തും ആ ഒരു സിനിമയുടെയൊക്കെ ആ ഒരു വലിപ്പമൊക്കെ മനസ്സിലാവണത്. എന്നിട്ട് മണിച്ചേട്ടൻ പറഞ്ഞു, അൻവറിൻ്റെ അടുത്ത സിനിമ എന്തായാലും എന്നെ വിളിക്കണം, അതിൽ എന്ത് റോളായാലും ഞാൻ ചെയ്യും. അങ്ങനെയാണ് ചോട്ടാ മുംബൈയിൽ മണിച്ചേട്ടൻ വില്ലനായിട്ട് വന്നത്. നടേശൻ തകർത്താടി എന്ന് തന്നെ നമുക്ക് പറയാം. നടേശനൻ്റെ വീട്ടിൽ കയറി കളിച്ചു തുടങ്ങിയല്ലേ. ചോട്ടാ മുംബൈയുടെ റിലീസിന് ശേഷം ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിലൊരു ഡിസ്കഷൻ കണ്ടപ്പോഴാണ് ഞാനും ഒരു കാര്യം ശ്രദ്ധിച്ചത്. കാരണം ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടനും മണിച്ചേട്ടനും തമ്മിൽ ഒരു കോമ്പിനേഷൻ സീനില്ല. അതായത് അവർ നായകനും വില്ലനും ആണെങ്കിൽ പോലും അവർ രണ്ടുപേരും അവസാനത്തെ ഒരു ഫൈറ്റ് സീനിൽ മാത്രമാണ് ഒരുമിച്ച് വരുന്നത്. അത് തന്നെ അവർ തമ്മിലൊരു ഡയലോഗ് പോലും ഇല്ല. പക്ഷെ നമുക്ക് ഒരിക്കലും അത് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല. അതാണ് ഒരു റൈറ്റേഴ്സ് ബ്രില്യൻസ്, ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. ചോട്ടാ മുംബൈ വീണ്ടും റിലീസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ നല്ല സ്വീകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഇത്ര ഗംഭീര റെസ്പോൺസ് തിയേറ്ററുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം റിലീസ് ചെയ്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോഴും ഫാൻസ് മാത്രമല്ല, യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഫാമിലി ഓഡിയൻസ് വരെ തിയേറ്ററിലേക്ക് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.